ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനം ഓർമ്മയിൽ ആര്യാടൻ എന്ന പേരിൽ നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ಉದ್ಘಾಟನೆ ചെയ്തു. ಸಾರ್ವಜನಿಕ ಜೀವನ ಇಂದಿನ ಯುವ ಪೀಳಿಗೆಗೆ ಮಾರ್ಗದರ್ಶನ ಮತ್ತು ಆದರ್ಶ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും പാർട്ടി പ്രവർത്തനവും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. അതിനെ എല്ലാ യുവാക്കളും അനുസരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ಅಂತ ನಿಷ್ಠಾವಂತ ಕಾಂಗ್ರೆಸ್ಸಿನ ಹೆಸರಿನಲ್ಲಿ ಅವಾರ್ಡ್ ಅನ್ನು ಸ್ಥಾಪನೆ ಮಾಡಿ ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಇನ್ನೊಬ್ಬ ಜಾತ್ಯತೀತ ವ್ಯಕ್ತಿ ಅಂತ ವ್ಯಕ್ತಿಗೆ ಕೊಟ್ಟಿರ್ತಕ್ಕಂಥದ್ದು ಬಹಳ ಸಂತೋಷವನ್ನು ಉಂಟು ಮಾಡಿದೆ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നാമത്തിൽ ആര്യാടൻ മുഹമ്മദ് സാറിന്റെ പേരിലുള്ള ആ ഒരു അവാർഡ് കെ.സി. വേണുഗോപാലിനെ പോലത്തെ ഒരു നല്ല മനുഷ്യന് നൽകിക്കൊണ്ട് ആ അവാർഡിന്റെ ഒരു ഗൗരവം കൂടിയിരിക്കുകയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഗൗരവಕ್ಕೆ ಪಾತ್ರರಾಗಿರ್ತಕ್ಕಂಥ ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್ರಿಗೆ ಅಭಿನಂದನೆಗಳನ್ನ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಅವರಿಗೆ ಆಯಸ್ಸು ಆರೋಗ್ಯ ದೊರಕಲಿ ಅಂತೇಳಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನ ಮಾಡ್ತೇನೆ. ഇങ്ങനെയുള്ള ഒരു അവാർഡ് സ്വീകരിച്ച കെ.സി. വേണുഗോപാൽജിക്ക് ആയുരാരോഗ്യവും ഐശ്വര്യവും നൽകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ಅವರು ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನ ಇನ್ನಷ್ಟು ಎತ್ತರಕ್ಕೆ ಕೊಂಡೋಗಲಿ. ಯಾಕಂತಂದ್ರೆ ಬಹಳ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಕೆಳ ಮಟ್ಟಕ್ಕೆ ಬಂದಿದ್ದಂಥ ಕಾಲದಿಂದಲೂ ಕೂಡ ಅವರು ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿದ್ದಾರೆ. ಈಗ ಮೇಲಿಗೆ ಬರ್ತಾ ಇರ್ತಕ್ಕಂಥ ಕಾಲದಲ್ಲೂ ಕೂಡ ಪ್ರಧಾನಮಂತ್ರಿಗಳಾಗಿದ್ದಾರೆ, ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿದ್ದಾರೆ. ಅವರು ಕಾಲದಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷ ಅಧಿಕಾರಕ್ಕೆ ಬರಲಿ, ಈ ದೇಶವನ್ನು ಉಳಿಸತಕ್ಕಂಥ ಕೆಲಸವನ್ನು ಮಾಡಲಿ ಅಂತೇಳಿ ನಾನು ಹಾರೈಸ್ತೇನೆ. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആയ സമയങ്ങളിൽ കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു. അതിനുശേഷം ഇന്ന് കോൺഗ്രസ് ഒരു നല്ല സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനിയും നമ്മുടെ ഈ പാർട്ടി വളരെ മുന്നോട്ട് പോകട്ടെ, വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ ಈ ದೇಶದಲ್ಲಿ ಬೆಳೆಯಬಾರದು. BJP ಈ ನಾട്ടിൽ വരാൻ പാടില്ല. ಯಾಕಂದ್ರೆ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ ಬೆಂಕಿ ಇಡತಕ್ಕಂಥ ಪಕ್ಷ. BJP ജനങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കുകയും തീ കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. ಧರ್ಮದ ಹೆಸರಿನಲ್ಲಿ ಜಾತಿಯ ಹೆಸರಿನಲ್ಲಿ ರಾಜಕಾರಣ ಮಾಡ್ತಾ ಇರ್ತಕ್ಕಂಥ ಪಕ್ಷ. മതവും ജാതിയും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ് BJP. ಈ ದೇಶದ ರಾಜಕಾರಣದಿಂದ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷವನ್ನು ತೊಲಗಿಸ್ತಕ್ಕಂಥದ್ದು ನಮ್ಮೆಲ್ಲರ ಕರ್ತವ್ಯ ಮತ್ತು ಜವಾಬ್ದಾರಿ ಅಂತಕ್ಕಂಥ ಮಾತುಗಳನ್ನು ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. BJPയെ തുടച്ചു നീക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ಧ್ಯೇಯವಾಗണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ಅದಕ್ಕೋಸ್ಕರ ನಾವೆಲ್ಲರೂ ಕೂಡ ಪ್ರಯತ್ನ ಮಾಡೋಣ. ಕೆ.ಸಿ. ವೇಣುಗೋಪಾಲ್, ರಾಹುಲ್ ಗಾಂಧಿಯವರು, ಮಲ್ಲಿಕಾರ್ಜುನ ಖರ್ಗೆಯವರು, ಸೋನಿಯಾ ಗಾಂಧಿಯವರು, ಅವರೆಲ್ಲರ ನಾಯಕತ್ವದಲ್ಲಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಪಕ್ಷವನ್ನು ಬಲಪಡಿಸ್ತಕ್ಕಂಥ ಕೆಲಸವನ್ನು ಮಾಡೋಣ. ಜಾತ್ಯತೀತ ತತ್ವದಲ್ಲಿ, ಸಂವಿಧಾನದಲ್ಲಿ, ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಕೊಂಡು ಮುಂದೋಗೋಣ ಅಂತೇಳಿ ಹಾರೈಸಿ ನನ್ನ ಮಾತುಗಳನ್ನು ಮುಗಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽജി, രാഹുൽജി, മല്ലികാർജുന ഖർഗെജിയുടെ നേതൃത്വത്തിൽ നാം എല്ലാം കോൺഗ്രസിനെ കെട്ടിപ്പടുത്തി ഈ നാട്ടിന്റെ ഐക്യത്തിനെയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് പോരാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. വർഗീയത കർണാടകക്കും കേരളത്തിനും ഒരേ മനസ്സാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ജീവിതത്തിലുടനീളം മതേതര നിലപാടെടുത്ത ആര്യാടൻ മുഹമ്മദിന്റെ ജീവിതം യുവതലമുറ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷത വഹിച്ചു. ആര്യാടൻ തന്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് സതീശൻ പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല MLA ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിൽ ബജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ PK ബഷീർ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. ആര്യാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണികയായ P. അനിൽകുമാർ MLA DCC പ്രസിഡന്റ് VS ജോയിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു.
ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ MP ഷാഫി പറമ്പിൽ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, PK കുഞ്ഞാലിക്കുട്ടി MLA, MP അബ്ദുസമദ് സമദാനി, ബെന്നി ബെഹനാൻ MP, KC ജോസഫ്, MK രാഘവൻ MP, ഹംദുള്ള സയ്യിദ് MD, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MLA, PK ബഷീർ MLA, NA ഹാരിസ് MLA, R ചന്ദ്രശേഖരൻ, AICC ജനറൽ സെക്രട്ടറി മൻസൂർ അലി ഖാൻ, ആര്യാടൻ ഷൗക്കത്ത്, അഡ്വക്കേറ്റ് VS ജോയ്, ആലിപ്പറ്റ ജമീല, PT അജയ് മോഹനൻ, C ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.